എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മൈൻഡ് പ്ലസിന്റെ 1499 ദിവസം, ജനുവരി 7 ചൊവ്വാഴ്ച. ഒരിക്കൽ കവിയും ചിന്തകനുമായ കബീർ ദാസ് ഒരു ധനികനായ വ്യാപാരിയെ പരിചയപ്പെട്ടു. ധനികനെങ്കിലും അദ്ദേഹം കുറച്ച് പിശുക്കനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിച്ച് അവർ പിരിയാൻ നേരത്ത് വ്യാപാരി വളരെ വിലപ്പെട്ട ഒരു സമ്മാനം കബീർ ദാസിന് നൽകി. എന്നാൽ കബീർ ദാസ് അത് സ്നേഹപൂർവ്വം നിരസിച്ചു. വ്യാപാരിക്ക് കാര്യം മനസ്സിലായില്ല. കബീർദാസ് പറഞ്ഞു, ഞാനിത് കൈപ്പറ്റിയാൽ അങ്ങയുടെ മനസമാധാനം മോഷ്ടിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന്. മനസമാധാനം മോഷ്ടിക്കുകയോ? അതെങ്ങനെ? അദ്ദേഹം പറഞ്ഞു, അങ്ങൊരു ഉദ്ദേശത്തോടെയാണ് ഈ സമ്മാനം എനിക്ക് നൽകിയിരിക്കുന്നത്. ആ ഉദ്ദേശം നടക്കാതെ വന്നാൽ അങ്ങയുടെ മനസമാധാനം നഷ്ടപ്പെടും. ഞാനത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് തിരിച്ചു തരുന്നത് എന്ന് പറഞ്ഞു. വ്യാപാരിയെ പാടിപ്പുകഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മാനം നൽകിയത്. അത് സാധിക്കാതെ വരുമെന്നും കബീർദാസിന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ വ്യാപാരിയുടെ മനസമാധാനം നഷ്ടമാവുമല്ലോ. ഇവിടെ വളരെ സട്ടിലായിട്ടുള്ള ഒരു മോഷണത്തെക്കുറിച്ചാണ് കബീർദാസ് പറയുന്നത്. മനസമാധാനം മോഷ്ടിക്കുക. അങ്ങനെ സൂക്ഷ്മങ്ങളായിട്ടുള്ള പല മോഷണങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്നുണ്ട്. നാം ശ്രദ്ധിക്കാറുണ്ടോ? അതുപോലെയുള്ള ചില സൂക്ഷ്മ മോഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അസ്തേയ ഇൻ ഡെയിലി ലൈഫ്. അസ്തേയ എന്നത് ഒരു സംസ്കൃത പദമാണ്. സ്തേയ എന്നാൽ ടു സ്റ്റീൽ, മോഷ്ടിക്കുക, കൈക്കലാക്കുക, ചൂഷണം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അസ്തേയ എന്ന് പറയുമ്പോൾ നോട്ട് ടു സ്റ്റീൽ എന്നാണ് അർത്ഥം. മോഷ്ടിക്കാതിരിക്കുക, ചൂഷണം ചെയ്യാതിരിക്കുക, അന്യായമായി ആഗ്രഹിക്കാതിരിക്കുക എന്നൊക്കെ. ഇത് പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. 8 അംഗങ്ങളിൽ ആദ്യത്തെ അംഗമായ യമയുടെ ഭാഗമാണ് ഈ അസ്തേയ. അഷ്ടാംഗയോഗയിൽ പ്രതിപാദിക്കുന്ന 8 അംഗങ്ങൾ ഒരു മനുഷ്യൻ അവനോടും അവന്റെ സമൂഹത്തിനോടും പാലിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ചും ശരീര മനസ്സുകളുടെ സജ്ജമാക്കലും കൂടിയാണ്. അതിലൂടെ അവന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുവാനും അവിടെ എത്തിച്ചേരാനും അവനെ പ്രാപ്തനാക്കുകയാണ്. ആദ്യത്തെ അംഗമായ യമ എന്നാൽ സമൂഹത്തിൽ നാം പാലിക്കേണ്ട ചില ഡിസിപ്ലിൻസ് ഉണ്ട്. അങ്ങനെയുള്ള 5 മര്യാദകളിൽ മൂന്നാമത്തേതാണ് അസ്തേയ അഥവാ നോൺ സ്റ്റീലിംഗ്. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അസ്തേയയിലേക്ക് നേരിട്ട് പോകാം. എന്താണ് അസ്തേയയുടെ അർത്ഥം? മീനിങ് ഓഫ് അസ്തേയ. അസ്തേയ ലിറ്ററലി മീൻസ് നോൺ സ്റ്റീലിംഗ്. But at the deepest level, asteya means abandoning the very intent or desire to possess or steal anything. അസ്തേയയുടെ അക്ഷരാർത്ഥം നോൺ സ്റ്റീലിംഗ് അഥവാ മോഷ്ടിക്കാതിരിക്കുക എന്നാണ്, അല്ലെങ്കിൽ കവർന്നെടുക്കാതിരിക്കുക എന്നൊക്കെയാണ്. എന്നാൽ ആഴത്തിൽ പരിശോധിച്ചാൽ സ്വന്തമല്ലാത്ത എന്തെങ്കിലും ആഗ്രഹിക്കാനും അത് കൈക്കലാക്കുവാനുള്ള ഒരു ഇന്റൻഷനെ തന്നെ ഉപേക്ഷിക്കലാണ് അസ്തേയ എന്നതുകൊണ്ട് പതഞ്ജലി മഹർഷി ഉദ്ദേശിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സാധനമായിക്കോട്ടെ, ടാലന്റ് ആവട്ടെ, പൊസിഷനോ, ഇമോഷൻസോ, റിലേഷൻഷിപ്പോ, സമയമോ, പ്രകൃതി വിഭവങ്ങളോ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, ഇവയൊക്കെ അനർഹമായി ആഗ്രഹിക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്യാതിരിക്കുന്നതിനെയാണ് അസ്തേയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ കുറ്റകരമാണോ? അല്ല, ആഗ്രഹങ്ങൾ ഒരിക്കലും തെറ്റല്ല. എന്നാൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട പലതും എനിക്ക് വേണം, അവ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ള തോന്നൽ മനസ്സുകൊണ്ടുള്ള മോഷണമാണ് എന്ന് പറയുന്നു. അയൽപക്കത്തുള്ളവരും ബന്ധുക്കളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ ഈ പരിധിയിൽ വരുന്നതാണ്. സാധാരണ മോഷണത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെയല്ലാത്ത ചില മോഷണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അത്തരത്തിൽ പരിചയപ്പെടുന്ന മോഷണങ്ങൾ
നമുക്കുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിന് ഇരയായിട്ടുണ്ടോ എന്നുകൂടി ഈ അവസരത്തിൽ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ആദ്യമായിട്ട് ഫിസിക്കൽ സ്റ്റീലിംഗ്. ഫിസിക്കൽ സ്റ്റീലിംഗ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ഫിസിക്കൽ ഓബ്ജക്ട്സ് ഓർ പൊസഷൻസ് ദാറ്റ് ആർ നോട്ട് അവേഴ്സ് വിത്തൗട്ട് പെർമിഷൻ ഓർ കോമ്പൻസേഷൻ. ഏതെങ്കിലും ഭൗതിക വസ്തുക്കൾ അല്ലെങ്കിൽ സ്വത്തുക്കളെ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെയും തക്കതായ പ്രതിഫലം കൊടുക്കാതെയും വസൂലാക്കുന്നതിനെ അല്ലെങ്കിൽ എടുക്കുന്നതിനെയാണ് ഫിസിക്കൽ സ്റ്റീലിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വീടുകളിലും സ്ഥാപനങ്ങളിലും കള്ളന്മാർ കയറി സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ കള്ളൻ പെർമിഷൻ ഒന്നും എടുക്കാറില്ല, അവിടെ കോമ്പൻസേഷനും അയാൾ കൊടുക്കാറില്ല. അതുപോലെ തന്നെയാണ് ദുർബലരായിട്ടുള്ള മനുഷ്യരുടെ വസ്തുവകകൾ അവരെ ഭീഷണിപ്പെടുത്തി മതിയായ വില കൊടുക്കാതെയോ ഒട്ടും വില കൊടുക്കാതെയോ ഒക്കെ കൈക്കലാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഫിസിക്കൽ സ്റ്റീലിംഗിന്റെ പരിധിയിൽ വരുന്നവയാണ്. അടുത്തത് ഇമോഷണൽ സ്റ്റീലിംഗ്, വൈകാരികമായിട്ടുള്ള മോഷണങ്ങൾ. വെൻ വി മാനിപ്പുലേറ്റ് ഓർ എക്സ്പ്ലോയിറ്റ് അതേഴ്സ് ഇമോഷൻസ് ഫോർ അവർ ഓൺ ബെനിഫിറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മുടെ കാര്യസാധ്യത്തിനായിട്ട് നമ്മുടെ സൗകര്യം അനുസരിച്ച് മറ്റുള്ളവരുടെ വികാരത്തെ മാറ്റിമറിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഇമോഷണൽ സ്റ്റീലിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കാര്യസാധ്യത്തിനായിട്ട് പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഇമോഷണലായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തെടുക്കുക. അത് പലപ്പോഴും അവരുടെ ഇഷ്ടത്തിനെതിരുമായിരിക്കും. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇത് ചെയ്യും, അമ്മ എന്ന ബന്ധത്തിന് നീ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ പറയുന്ന ആളുടെ ഇന്റൻഷൻ കൂടി കണക്കിലെടുക്കണം. ഇന്റൻഷൻ നല്ലതാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ ഇന്റൻഷൻ നല്ലതല്ല എങ്കിൽ, നമുക്കെതിരാണെങ്കിൽ, അത് ഇമോഷണൽ സ്റ്റീലിംഗ് ആണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഒരു കാറ്റഗറി വരുന്നത് ഇന്റലക്ച്വൽ സ്റ്റീലിംഗ്. ഇത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഏരിയയാണ്. ഒരിക്കലെങ്കിലും ഇതിന് ഇരയായിട്ടുമുണ്ടാവും. ഇത് നമ്മുടെ കർമ്മരംഗങ്ങളിൽ നിത്യേന കാണുന്ന ഒരു മോഷണമാണ്. അതായത് മിസ്അപ്രോപ്രിയേറ്റിംഗ് ഓർ മിസ്യൂസിങ് അതേഴ്സ് ഐഡിയാസ്, നോളജ് ഓർ ക്രിയേറ്റീവ് വർക്ക് വിത്തൗട്ട് പ്രോപ്പർ അക്നോളജ്മെന്റ്, ക്രെഡിറ്റ് ഓർ കോമ്പൻസേഷൻ. മറ്റൊരാളുടെ ചിന്തകളെയും ആശയങ്ങളെയും അറിവിനെയും ഒക്കെ തൻ്റെതായി ചിത്രീകരിക്കുക, അവർക്കൊരു നന്ദി പോലും പറയാതിരിക്കുന്ന അവസ്ഥയാണ് ഇന്റലക്ച്വൽ സ്റ്റീലിംഗ്. മറ്റൊരാൾ അധ്വാനിച്ച് തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രബന്ധം തൻ്റെതായി ചിത്രീകരിച്ച് സ്ഥാനമാനങ്ങൾ നേടുക, അനർഹമായ പ്രൊമോഷനുകൾ സംഘടിപ്പിക്കുക, ഇവയൊക്കെ ഇന്റലക്ച്വൽ സ്റ്റീലിംഗിന്റെ കാറ്റഗറിയിൽ പെടുന്നു. അതുപോലെ തന്നെയാണ് അർഹതപ്പെട്ടവരുടെ സ്ഥാനങ്ങളൊക്കെ വളഞ്ഞ വഴിയിലൂടെ അനർഹരായവർ നേടിയെടുക്കുന്നത്. അത് ചിലപ്പോൾ ജോലിയാവാം, പ്രൊമോഷൻ ആവാം, സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ആവാം. കോപ്പിറൈറ്റ് ഉള്ള വസ്തുക്കൾ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യുന്നതും ഇന്റലക്ച്വൽ സ്റ്റീലിംഗിനകത്ത് വരുന്നതാണ്. സ്റ്റീലിംഗ് ഓഫ് ടൈം. സ്റ്റീലിംഗ് ഓഫ് ടൈം, നോട്ട് യൂസിങ് ടൈം വൈസ്ലി, അല്ലെങ്കിൽ ബ്രൂഡിങ് ഇൻ ദ പാസ്റ്റ്, തിങ്കിങ് ഓഫ് ദ ഫ്യൂച്ചർ. ഇത് സ്വന്തം സമയവും മറ്റുള്ളവരുടെ സമയവും കവർന്നെടുക്കുന്ന ചില അവസരങ്ങളാണ് സ്റ്റീലിംഗ് ഓഫ് ടൈം. ഇത് സാധാരണ നമ്മൾ കാണുന്നതാണ്. 10 മണിക്ക് ആരംഭിക്കേണ്ട മീറ്റിംഗ് സ്ഥലത്തേക്ക് എല്ലാവരെയും വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് 10:30 എത്തിച്ചേരുക. അവിടെ മറ്റുള്ളവരുടെ സമയം നമ്മൾ സ്റ്റീൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെ സ്വന്തമായി നമ്മുടെ വിലപിടിച്ച സമയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അനാവശ്യമായി ഇരുന്ന് ചെലവഴിക്കുന്നതും നമ്മുടെ സമയം മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ ഭൂതകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് സമയം വൃഥാ കളയുന്നതും ഭാവിയെക്കുറിച്ചും ഒക്കെ ആലോചിച്ച് ആശങ്കപ്പെട്ടിരിക്കുന്നതും നമ്മുടെ ഓൺ ടൈം സ്റ്റീലിംഗിന്റെ ഉദാഹരണങ്ങൾ മാത്രമാണ്. സ്റ്റീലിംഗ് ഓഫ് അവർ സെൽഫ്. ഏറ്റവും രസകരമായ ഒരു മോഷണമാണ് സ്റ്റീലിംഗ് ഓഫ് അവർ സെൽസ്. നാം നമ്മെ തന്നെ മോഷ്ടിക്കുന്നു. അതെങ്ങനെയാണ് നമ്മെ തന്നെ നാം മോഷ്ടിക്കുന്നത്? അതായത് നമ്മുടെ
യഥാർത്ഥ പൊട്ടൻഷ്യൽ തിരിച്ചറിയാതെ നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. കംഫർട്ട് സോണിന് പുറത്തേക്ക് കടക്കാതെ നമ്മുടെ വിലപ്പെട്ട മൂല്യം പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ ലോകം നമ്മുടെ മുന്നിലുണ്ടെന്നുള്ള കാര്യം മറന്നിട്ട് നമ്മളെ തന്നെ മോഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സ്റ്റീലിംഗ് ഓഫ് നേച്ചർ ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻസ്. ഇതും സാധാരണ നമ്മൾ കാണുന്നതാണ്. എക്സ്പ്ലോയിറ്റിംഗ് ദ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് മദർ എർത്ത്. അനാവശ്യമായി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്, ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രകൃതിയെ ചൂഷണം ചെയ്യുക. ഇത് നമ്മുടെയും നമ്മുടെ വരും തലമുറയുടെയും ഭാവി മോഷ്ടിക്കുന്നതിന് തുല്യമായിരിക്കും. ഉദാഹരണത്തിന്, ജലാശയങ്ങൾ മലിനമാക്കുന്നത്, കാട് വെട്ടിത്തെളിക്കുന്നത്, അതിര് കവിഞ്ഞ കെമിക്കലിന്റെ പ്രയോഗം, ഇതെല്ലാം നേച്ചറിനെ നമ്മൾ മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. ഫ്യൂച്ചർ ജനറേഷൻസിനെ കൂടെ നാം മോഷ്ടിക്കുകയാണ്. ഇനി ഇങ്ങനെയൊക്കെ മോഷണം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവുന്നത് എവിടെ നിന്നാണെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് ലാക്ക് ഓഫ് സെൽഫ് വർത്ത്. സ്വന്തം മൂല്യം തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ താൻ പോരാ, തനിക്കും മറ്റുള്ളവരെ പോലെ തന്നെ ആകണം എന്ന ആഗ്രഹവും പല പല താരതമ്യപ്പെടുത്തലുകളും ഒക്കെ നിൽക്കും. ഏത് വിധേനയും അവിടെ എത്തിച്ചേരാൻ ഇതെല്ലാം നമ്മെ പ്രോംപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ തൻ്റെ ഉള്ളിലുള്ള അബണ്ടൻസിനെ മനസ്സിലാക്കുന്നത് വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേ ഇരിക്കും. അൺഫുൾഫിൽഡ് ഡിസൈഴ്സ്. മനുഷ്യന്റെ ആഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് അൺലിമിറ്റഡ് ആണ്. ഒന്നടങ്ങുമ്പോൾ മറ്റൊന്ന് ഉയർന്നു വരും. എന്നാൽ അവിടെ അതിനെ നടപ്പിലാക്കാൻ അയാൾക്ക് എഫേർട്ട് ഇടാനും വയ്യെങ്കിലോ? അപ്പോൾ എന്താ ചെയ്യുക? മറ്റുള്ളവർക്കുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുകയും അവ ആക്കിയാൽ കൊള്ളാമെന്ന് തോന്നുകയും ഒക്കെ ചെയ്യും. ഇവിടെ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. എൻവി ആൻഡ് കമ്പാരിസൺ. മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഉയർച്ച, അവരുടെ വസ്തുക്കൾ എന്നിവയിൽ അസൂയ തോന്നുക, നമ്മളുമായി മറ്റുള്ളവരെ നിരന്തരം കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ അവസ്ഥയിൽ ഇതെല്ലാം മനസ്സുകൊണ്ടുള്ള മോഷണങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നു. അത് നിറവേറ്റാനായി അൺഎത്തിക്കലായിട്ടുള്ള പല വഴികളും നോക്കിയെന്നും വരാം. 4. ഡിസ്കണക്ഷൻ ഫ്രം അവർ ഓൺ ട്രൂ നേച്ചർ. നമ്മുടെ യഥാർത്ഥ സ്വരൂപവുമായി ഒരു ഡിസ്കണക്ഷൻ അനുഭവപ്പെടുക, അല്ലെങ്കിൽ അകൽച്ച വരുമ്പോൾ നമ്മുടെ ചിന്തകൾ തെറ്റായ വഴിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവിടെ താൻ പൂർണ്ണനാണെന്നും പ്രപഞ്ചശക്തി തൻ്റെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ധാരണ കൂടി വന്നാൽ മാത്രമേ അത് മാറുകയുള്ളൂ. പിന്നെ മറ്റൊന്നും നമുക്ക് വേണ്ടി വരില്ല. അതുപോലെ തന്നെ ഒരു റീസൺ ആണ് ഇംബാലൻസ് ഓഫ് ദ ഈഗോ. ഞാനെന്ന ഭാവം ഉണ്ടാകുമ്പോൾ താൻ മികച്ചു നിൽക്കണമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നു. അത് സ്വാഭാവികമാണ്. ആ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തെല്ലാമോ നാം കാട്ടിക്കൂട്ടുന്നു. എന്നാൽ ഇതെല്ലാം തൻ്റെ മനസ്സിലുള്ള ഈഗോ നടത്തുന്ന കളികളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തനിക്കുള്ളത് കൊണ്ട് സംതൃപ്തനായി നിലനിർത്താൻ സാധിക്കും. അസ്തയുടെ ട്രൂ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ ഉദ്ധരണിയുണ്ട് ലാവോട്സുവിന്റെ. ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്, റിജോയ്സ് ഇൻ ദ വേ തിങ്സ് ആർ. വെൻ യു റിയലൈസ് ദർ ഇസ് നത്തിങ് ലാക്കിംഗ്, ദ ഹോൾ വേൾഡ് ബിലോങ്സ് ടു യു. നിനക്കുള്ളത് കൊണ്ട് നീ തൃപ്തനാകൂ, ഇപ്പോഴുള്ള അവസ്ഥയിൽ ആഹ്ലാദിക്കൂ. എപ്പോഴാണോ താൻ പൂർണ്ണനാണെന്നുള്ള ബോധ്യം വരുന്നത്, അപ്പോൾ ഈ ലോകം മുഴുവൻ നിന്റേതായി മാറും എന്നാണ് ലാവോട്സു പറയുന്നത്. എന്ത് മനോഹരമായ കോട്ടാണ്. ഇനി നമുക്ക് ഈ അസ്തയ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ പാലിക്കാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് കൂടെ നോക്കാം. ആദ്യമായി റെസ്പെക്ട് ബൗണ്ടറീസ്. മറ്റുള്ളവരുടെ അതിർവരമ്പുകളെ ബഹുമാനിക്കുക. അവിടെ നമ്മൾ എൻക്രോച്ച് ചെയ്യാതിരിക്കുക. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവരുടെ വികാരങ്ങളെ നമുക്ക് ബഹുമാനിക്കാം. ഗോസിപ്പ് നടത്താതിരിക്കാം, ഗോസിപ്പ് കേൾക്കാതിരിക്കാം. അതൊരു ഇമോഷണൽ സ്റ്റീലിംഗ് ആണ്.
മറ്റുള്ളവരുടെ വിലപ്പെട്ട സമയം നമുക്ക് റെസ്പെക്റ്റോടുകൂടി കാണാം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസിനൊക്കെ നമുക്ക് ബഹുമാനം കൊടുക്കാം. ഇനി നിങ്ങൾ സ്റ്റീലിങ്ങിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വയ്ക്കുക. അവിടെയും നമുക്ക് ബൗണ്ടറീസ് തന്നെയാണ് വേണ്ടത്. ബൗണ്ടറീസ് വെച്ചിട്ട് നമ്മൾ അവിടെ പൊളൈറ്റ് ആയിട്ട് നോ പറയാൻ പഠിക്കണം. മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും കൃതജ്ഞതാ മനോഭാവമുള്ളവരായിരിക്കുക. നമുക്കുള്ളതിനെ കുറിച്ച് എണ്ണി എണ്ണി നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം, നന്ദി പറയാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്കുള്ളതിൽ നമുക്ക് ആഗ്രഹം തോന്നുകയില്ല. അങ്ങനെ വേണ്ടുന്നവ അപ്പോൾ തനിയെ വന്നു ചേരുകയും ചെയ്യും. ഇവിടെ നമ്മുടെ സ്കില്ലുകളെല്ലാം നിരന്തരം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും ആവശ്യമാണ്. അക്നോളജ് ആൻഡ് ഗീവ് ക്രെഡിറ്റ്. മറ്റുള്ളവരെ അംഗീകരിക്കുക, യഥാസമയം അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. അത് ഫാമിലിയിലുള്ള ആളോ ഓഫീസിലുള്ള ആളോ ആരുമായിക്കൊള്ളട്ടെ, ഡ്യൂ റെസ്പെക്റ്റും ഡ്യൂ ക്രെഡിറ്റും യഥാസമയങ്ങളിൽ കൊടുക്കുക. കൾട്ടിവേറ്റ് സെൽഫ് അവയർനെസ്. നമ്മളെക്കുറിച്ചും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ചുമുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകും. പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും വേവലാതിപ്പെട്ടിരിക്കാതെ ഇന്നിന്റെ സുന്ദര നിമിഷങ്ങളിൽ സമയം ചെലവഴിക്കാൻ നമുക്കാവണം. ഇതിന് മൈൻഡ്ഫുൾനെസ് നമ്മെ സഹായിക്കും. ഹാവ് ഗ്രാൻഡ് പേരൻസ് വ്യൂ ഓൺ അതേഴ്സ് റിച്ചസ്. എന്താണ് ഗ്രാൻഡ് പേരൻസ് വ്യൂ? പേരക്കുട്ടിയുടെ നേട്ടങ്ങളിലും ഐശ്വര്യങ്ങളിലും റിച്ചസിലും ഒരു ഗ്രാൻഡ് പേരന്റിന് തോന്നുന്ന വികാരം അത് മറ്റുള്ളവരോടും നമുക്ക് പുലർത്താൻ സാധിച്ചാൽ എങ്ങനെയിരിക്കും? മുത്തശ്ശനോ മുത്തശ്ശിക്കോ പേരക്കുട്ടിയുടെ ഉയർച്ചയിൽ ഒരിക്കലും അസൂയയോ അലോസരമോ ഉണ്ടാകാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നാം എടുത്താൽ അത് അസ്തേയ പ്രാക്ടീസ് ആയിട്ട് തന്നെ വരും. ഇനി നമുക്ക് ഈ കേട്ട കാര്യങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം.